ഈ ലോകത്തുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവൻ പ്രവചിച്ചു. എന്നാൽ കടുകത്തെ കണ്ടത് അവന്റെ പിന്നാലെ തന്നെ തന്റെ സ്വർണവും സാമ്രാജ്യവും കടലിൽ ആഴ്ന്നിറങ്ങിപ്പോയി. കൂടെ അവൻ. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. യൂണിവേഴ്സ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അവൻ അടിഞ്ഞുകൂടിയത് പണ്ട് മമ്മൂട്ടിയും മുരളിയും തിമിർത്താടിയ അമരത്തിലെ കടലിലാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു റോക്കി ബായ് ഇൻ അമരം, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. സ്കൂളിൽ കഴിഞ്ഞ അവിടെ എന്നെ കാത്തിരിപ്പുണ്ടോ? അവിടെ ഇരിക്കട്ടെ എന്റെ അച്ചുവേ. എന്റെ മകന്റെ അകവനുണ്ടല്ലോ അവളുടെ കൂട്ടി. അതാണ് നമ്മക്കടെ പേടി. നീ എന്തിനാടാ പേടിക്കണത്? എന്തായാലും അവര് കല്യാണം കഴിഞ്ഞ് പോകേണ്ടവരല്ലേ. അവർക്കടെ കല്യാണം ഈ കാക്ക മലന്ന് പറക്കണ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഇതും കാണാൻ പോണില്ല. എന്റെ പൊന്നച്ചുവേ, എന്താണ് നിന്റെ പ്രശ്നം? അവനിപ്പോ പഴയ കണ്ടു തള്ളി രാഘവനൊന്നുമല്ല. അത് അവനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആണ്. പൂക്കി ബോയ് രാഘവൻ, അതാണ് അവന്റെ പേര്. എന്ത് മത്തിയാണേലും കുഴപ്പമില്ല. ആ പൂക്കി മോനോട് എന്റെ മോളെ കാണാൻ വന്നേക്കരുന്ന് പറഞ്ഞേക്കണം. വന്ന് അവന്റെ പൂയും കായും ഞാൻ എടുത്ത് കളയും. ഓർത്തോ? നിന്റെ മകളെ കെട്ടാൻ സൽമാൻ വരുമല്ല. എടാ, നമ്മുടെ കയ്യില് ദേ ഒരു സ്രാവ് ഒന്ന് കിടക്കണ്. ഒന്ന് നോക്കി. താടി വെച്ച സ്രാവ. എടാ, അത് നമ്മുടെ പള്ളിയില് നാടകം കളിക്കണ കൊച്ചുതോമയല്ലോ. അവനാണവൻ. നിനക്ക് നാടകമൊന്നുമില്ലേ? ആരാണ്? ഏതാണ്? എടാ, കൊച്ചുതോമ. ഞാൻ കൊച്ചുതോമയുമല്ല, ഇതെന്റെ നാടും. കൊച്ചുതോമയല്ല. പിന്നെ താടിയും മുടിയും വളർത്തി നീ ഏതാണ് അവധൂരി? യേശുദാസ? വെള്ളം വെള്ളയാണല്ലോ. ഞാൻ യേശുദാസുമല്ല, ഇതെന്റെ നാടുമല്ല. ചേട്ടൻ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. എന്താന്ന് വെച്ചാ പറ. നീ എന്തിനാ വന്നത്? എന്താണ് നിന്റെ പരിപാടി? ഞാൻ റോക്കി ഭായ്. അയ്യോ, എന്റെ പേരാ പറഞ്ഞത് റോക്കി ഭായ്. പേരാണോ പറഞ്ഞത്? ഞങ്ങളിപ്പോ നടന്ന് മീൻ പിടിക്കാൻ പോയെല്ലാം കടലിൽ. എന്റെ പൊന്നുമകാനെ, നീ എന്തിനാണ് കടലിൽ വന്ന് കവന്ന് കിടക്കണത്? മണ്ണ് ടെസ്റ്റ് ചെയ്യാനാണ്? ഉപ്പാണ് മകാനെ ടെസ്റ്റ് ചെയ്യണ്ട. ഈ കടലിലെ തിരകൾക്ക് വരെ ഞാൻ ആരാന്നറിയാം. തിരകളൊന്നും കാണണില്ല. ഇന്നലെ ചെമ്മല്ലിനെ വെട്ടിയെന്നും എന്തോ പറഞ്ഞ് ഹർത്താലാണെന്നാ കേട്ടത്. അല്ലെങ്കിൽ തിരനോട് ചോദിക്കാമായിരുന്നു. ഈ കടലിന് എത്ര ആഴമുണ്ടെന്നറിയാമോ? എടാ മകാനെ, ഞങ്ങള് കടലിൽ പോണത് മീൻ പിടിക്കാനാണ്, അല്ലാതെ ആഴളക്കാനല്ല. എടാ ബ്രഹ്മാവ് അറിയാതെ ഭൂമിയിലേക്ക് വന്നവനെ, എന്ത് മൈതാപ്പൊടി കാണിക്കാനാണ് നീ ഇവിടെ വന്ന് കിടക്കണത്? അതുണ്ടല്ലോ, ഞാൻ ഇന്നലെ കപ്പലിൽ നിന്ന് ജസ്റ്റ് നിർത്തി ചാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതില്ല അത് ഉപ്പുള്ളാന്ന്. പിന്നെ എന്റെ കുടിച്ചതിന്റെ ബോധം പോയി. ഇപ്പൊ ഞാൻ ഇവിടെ കരക്കടിഞ്ഞു. എന്റെ കയ്യിൽ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. സ്വർണ്ണ? എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഗ്രാമോ? ടണ്ണ്. ടണ്ണിനാ? റോക്കിമോന്റെ നാട് എവിടെയാണ്? റോക്കിമോന്റെ വീട് എവിടെയാണ്? ഞാൻ ആരാന്നറിയില്ല. അപ്പോ ഇല്ല. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ഡീലർ. ആഹാ, അങ്ങനെ ഒരു സാമ്രാജ്യം തന്നെ ഞാൻ പടുത്തുയർത്തി. റോക്കിമോന്റെ കല്യാണം കഴിഞ്ഞ? സംഭവിച്ചു പോയി. അയ്യോ, ഗർഭിണിയായിരുന്നു. പക്ഷെ നേരെ ചൊവ്വ എന്റെ അടുത്ത് പറയണതിന് പകരം ആള് വളഞ്ഞു തിരിഞ്ഞ് ലാഗടിച്ച് സൈഡിൽ കൂടെ പോയി വെടികൊണ്ടടിച്ച് പടം. അപ്പൊ തട്ടിപ്പോയി. അപ്പൊ സ്റ്റാറ്റസ് സിംഗിൾ ആണ്. ഞങ്ങളുടെ കറാപ്പുറത്ത് ഒരു അങ്കക്കൂടം ഉണ്ട്, ആലോചിക്കട്ടാ. അല്ല, നീ ബ്രോക്കർ പണിയും തുടങ്ങിയ എന്റെ അച്ചുവേ? മകള് തന്ന അച്ഛനിന്ന് കടാലിൽ പോയില്ല. പക്ഷെ കടാലിൽ നിന്ന് ഒരു മുത്ത് കിട്ടി. ദേ നിക്കണ്. മകളെ, ഇതാണ് റോക്കി ബായ്. പക്ഷെ നിനക്ക് റോക്കി ചേട്ടൻ. റോക്കി ബായ്, ഇതാണ് നമ്മള് പറഞ്ഞ തങ്കക്കൊട. ആലോചിക്കട്ടാ, ഇഷ്ടമായ? അതെന്ത് തണ്ടിത്തരമാണടാ? അപ്പൊ എന്റെ മകന്റെ ആഗമന. എടാ പൊന്നു രാമ, എന്റെ പൊന്നു രാമ, അവരെന്ത് ജോലിയുണ്ട്? അവനെന്തെങ്കിലും കഴിവുണ്ട? അവനെന്തെങ്കിലും ജോലിയുണ്ട? ഇതൊന്നും ഇല്ലാതെ അവൻ പിന്നെ എന്തിനാണ് അവനെ കെട്ടിച്ചു കൊടുക്കണത്? ഇതൊന്നും ഇല്ലെങ്കിൽ അവന് റൊമാൻറ്റിക് ആയിട്ടൊരു മനസ്സില്ലേടാ. തേങ്ങയാണ്.
പെണ്ണും പിള്ളേ മകാനും എത്തിയല്ല. ഇനി നീ അറിഞ്ഞ അച്ചുവാന്റെ അവിടെ ഏതോ വരുത്ത ചക്കന് കെട്ടിച്ചു കൊടുക്കാൻ പോണെന്ന്. ആഹാ, ഇതെന്ത് കൂത്ത്? എന്റെ മകാനെ പോലെ നല്ല സിമ്പിള ചെക്കൻ ഇവിടെ നിൽക്കുമ്പോ പുറത്തുനിന്ന് ഒരു വരത്തനെ കൊണ്ടുവന്നേക്കണം. ഇതേതാണ് കാറ്ററിംഗുകാരൻ. കാറ്ററിംഗുകാരനാ? എടാ സ്വർണ്ണ മുതലാളിയാണ്, സ്വർണ്ണ പാടമുള്ള നമ്മുടെ റോക്കി ബായ്. ഇവൻ എന്റെ ചെക്കനാണ്. ഏത് പാടം ആയിക്കോട്ടെ, ഇവിടെ എന്റെ മുത്തിന്റെ പുറകെ നടന്നാണ്ടല്ല പാടത്ത് കോലമായി വെക്കാൻ പോലും നിനക്ക് കിട്ടത്തില്ല. If you are bad, I'm your dad. അപ്പൊ നിങ്ങളാണ് നിന്റെ തന്ത. അപ്പൊ നിക്കണത് ആരാണ്? എന്താടി ഞാൻ കേൾക്കണത്? നോക്കണോടാ ഉളുപ്പില്ലാത്തവനെ. അല്ലേലേ ഇതിയാണ് സംശയരോഗമാണ്. ഇതൊന്നും കണ്ട് എന്റെ മോള് പേടിക്കണ്ട കേട്ടാ. മുത്തിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം കേട്ടാ. നീ ഒട്ടും മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ. എന്റെ കറുത്തമ്മയെ കണ്ടോ? കടലങ്ങനെ കണ്ടായിരുന്നു. കടലമ്മയല്ല കറുത്തമ്മ. പാനിയെ കണ്ടപ്പോ എന്നെ തേച്ചിട്ട് പോയ കറുത്തമ്മ. തേപ്പ് കഥയായിരുന്ന. താങ്കൾ എവിടെ നിന്നാണ്? ഞാൻ പനി പൊട്ടി ചെമ്മി. അതെ കിടക്കണ്. ഒരുത്തന്റെ രാവിലെ തന്നെ ലൊക്കേഷൻ മാറിക്കിടന്ന് കുഴിക്കണ്. അപ്പൊ വേറൊരുത്തൻ വന്നേക്കണ് വേറെ യൂണിവേഴ്സിറ്റി. മോനെ ഇത് യൂണിവേഴ്സ് വേറെ. നീ ഓ എന്നെ കാത്ത് കറുത്തമ്മ എവിടെ കാത്തിരിക്കുന്നുണ്ടോ? ഞാൻ പോട്ടെ. അയാള് പോയി കേട്ടാ. തനിക്കും കൂടെ അയാളുടെ കൂടെ കൂടെ. ഈ മോൻ അങ്ങനെ ചുമ്മാ പോകാൻ വന്നതല്ല. ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ചാണ്ടല്ല ചോര തുപ്പിയ നീ പോകത്തുള്ളൂ. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. എന്നെ തത്തമ്മ പച്ച. തന്റെ തണ്ടാണ്. എന്റെ തന്തയുടെ പേര് കൃഷ്ണ. തിലകം കളിക്കണം. തിലകം കളിച്ചല്ല, എന്റെ തന്തയുടെ പേര് പറഞ്ഞ. എന്താണ് പേര്? കൃഷ്ണ പപ്പ. കൃഷ്ണ പപ്പേ. ആർക്കറിയാം. എന്തൊക്കെയാടാ ഇവിടെ നടക്കണത്? നീയൊക്കെ എന്താണ് ഈ കാണിക്കണത്? ഏതോ യൂണിവേഴ്സിറ്റിന്ന് വന്നിട്ട് എന്താ മോന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കണം. സമ്മതിക്കാല ഞാൻ. കൺഗ്രാറ്റുലേഷൻസ്, ഐ ലവ് യു. ഉന്നെ பார்க்கும்போது കവിതകൾ കിട്ടുതേ. മോനെ പാട്, നിനക്ക് പാടണമെങ്കിൽ പാട്. ഒരു റൊമാൻസ് സോങ് അങ്ങ് പോട്ടെ. സോങ് പോടാ. ഇതൊന്നും എനിക്കറിയാൻ നടക്കൂല. എന്റെ മകനെ കൊച്ചാക്കാൻ നോക്കണം. മോനെ നീ കളിക്കണോ രണ്ട് സ്റ്റെപ്പ്? കണ്ടാ, എന്റെ മകാനുമായിട്ടല്ലേ അവക്ക് നല്ല ചർച്ച. ഇനി പറ മകളെ, നീ തന്നെ പറ, ആരെ വേണം? ഈ രാഘവൻ ചേട്ടൻ വേണം, അതാ ആ ചോക്ലേറ്റ് പയ്യൻ വേണം? അത് ചേട്ടൻ ഇപ്പൊ വന്നവനല്ലേ. പക്ഷെ എന്റെ രാഘവൻ ചേട്ടന് എനിക്ക് എന്റെ കുട്ടിക്കാലം തൊട്ടേ അറിയാം. കുട്ടിക്കാലം തൊട്ടേ എന്റെ കൂടെ നടന്നവനാണ് എന്റെ രാഘവൻ ചേട്ടൻ. പള്ളിക്കൂടം പാസ്സാകാൻ നേർച്ച നേർന്നവനാണ് എന്റെ ഈ രാഘവേട്ടൻ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കാമെന്ന് പറഞ്ഞവനാണ് എന്റെ ഈ രാഘവേട്ടൻ. പക്ഷേ സ്വർണം പണവും റോക്കി ചേട്ടന്റെ കയ്യിലായിരുന്നു. കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. രാഘവേട്ടൻ എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. ഓ മൈ ഗോഡ്, ടീഷർട്ടിലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പോണേത്. അങ്ങനെ മൾട്ടിവേഴ്സിനും തേപ്പ് കിട്ടി.